ഈ ഡാറ്റ എങ്ങനെയാണ് വരുന്നതെങ്കിൽ നമുക്ക് ഇതിൽ താഴെ ഇൻസിഡൻറ്റ് ഫയർ റിപ്പോർട്ട് ഡാറ്റ എന്നുള്ളൊരു കോളം വരും. ഈ ഡാറ്റ എന്നുള്ള ഈ ഫോൾഡറിൽ എടുത്തിട്ട് ഇതാണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ട ഒരു ഭാഗം. ഇവിടെ ഇപ്പോൾ നമുക്കറിയാം ഈ പച്ച കളറിൽ കൊടുത്തിട്ടുള്ള സാധനം മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആഡ് ചെയ്യേണ്ടത്, നിങ്ങളുടെ സ്റ്റേഷൻ്റെ ഡാറ്റ. ഫോർ എക്സാമ്പിൾ ആദ്യം തന്നെ ഈ നീല കളർ ഇവിടെ എല്ലാം എഴുതുക. നിങ്ങളുടെ STO, ASTO, SFRO, FROD, FRO, HG എല്ലാവരും നമ്പേഴ്സും ഇവിടെ എഴുതുക. എല്ലാവരും റാങ്ക് എഴുതുക, പേരെഴുതുക, നമ്പർ എഴുതുക. അത് കഴിഞ്ഞ് ഇത് കോപ്പി ചെയ്തിട്ട് ഇവിടുത്തെ ഈ ഫോർമാറ്റ് റാങ്ക്സ് ഉണ്ടാ, ഇതാണ് നമുക്ക് അവിടെ ഞെക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു റാങ്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ ഫയർ റിപ്പോർട്ടിൽ നമ്മളിവിടെ ഇവിടെ ഉണ്ടോ റാങ്ക് എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാ റാങ്ക്സും കിട്ടുന്നത് അവിടെ നിന്നാണ്. അവിടെയാണ് നമ്മൾ റാങ്ക്സ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ ഡാറ്റയിൽ ഇവിടെ നോക്കുക STO ശ്രീ രാജേന്ദ്രൻ എന്നാണ്. അപ്പോൾ നമ്മൾ ഇതേ ഫോർമാറ്റിൽ നിങ്ങളെന്ത് ചെയ്യുക, ഇപ്പോൾ ഇവിടെ ഒരു STOനെ ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്തിട്ട് നേരെ പിടിച്ച് താഴത്തേക്ക് വലിച്ചാൽ മതി. അല്ലേ, ഇത് ചേഞ്ചിനെ Ctrl+Z അടിച്ചാൽ അൺഡു ആവും. ഓക്കെ. ഇപ്പോൾ എന്താ ചെയ്യണം വെച്ചാൽ റാങ്ക് ആരാണോ ഓഫീസർ അതിനുള്ള പേര്, അപ്പോൾ അങ്ങനെ കൊടുക്കണം. എന്താ വെച്ചാൽ അതേ ഫോർമാറ്റിലാണ് നമുക്ക് അവിടെ വരേണ്ടത്. അതുകൊണ്ടാണ് ഈ ഫോർമാറ്റിൽ തന്നെ എഴുതാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ പുതിയ ഒരാളുടെ പേര് ചേർക്കുകയാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് മൗസ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ ഈ പ്ലസ് ചിഹ്നം വരും. രണ്ട് ചിഹ്നങ്ങൾ ഇവിടെ വരും. ഒന്ന് പ്ലസ് ചിഹ്നം വരും, പിന്നെ ഒന്ന് ഇങ്ങനത്തെ ചിഹ്നം. ഇങ്ങനത്തെ ചിഹ്നം അല്ല വരേണ്ടത്, ഇങ്ങനെ ഈ പ്ലസ് ചിഹ്നമാണ് വരേണ്ടത്. ഈ പ്ലസ് ചിഹ്നം വന്നു കഴിഞ്ഞാൽ, ചെറിയ പ്ലസ് ചിഹ്നം വന്നു കഴിഞ്ഞിട്ട് വലിച്ചാൽ അതേ ആ സെല്ല് കോപ്പി ആയിട്ട് താഴ്ത്തി വരും. ഇനി ഇവിടെ ആരുടെ പേരാണോ ആ പേര് നമ്മൾ അതേപോലെ ശ്രീ വരെ ഡിലീറ്റ് ചെയ്തിട്ട് ആ പേര് നമ്മൾ എവിടെ കൊടുക്കും, മംഗ്ലീഷ് ഇവിടെ കൊടുത്ത് എൻ്റെ ഇത് ആളുടെ പേരെന്താണ് എന്ന് പറഞ്ഞാൽ സതീഷ് കുമാർ കലാസ്. ഇനി ഇത് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാം, കലാസ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പേസ്റ്റ് ഒന്നും ആയിട്ടില്ല, അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്യാണ്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങളുടെ STO, ASTO, SFRO എന്നിവരുടെ പേരുകൾ ആദ്യം ഈ ബ്ലൂവിൽ ചേർക്കുക. എല്ലാ ഡാറ്റയും ഇവിടെ ചേർക്കുക. അത് കഴിഞ്ഞ് ഇവിടുന്ന് ആ ഡാറ്റ എടുത്തിട്ട് ഇവിടെ ഉള്ള പോലെ ഇതേ ഫോർമാറ്റിൽ തന്നെ ഇവിടെ ഫില്ല് ചെയ്യുക. ഇവിടെ ഇത് നമ്മൾ ഇത് ഉണ്ടോ റാങ്ക്, നമ്പർ, പേര്, ഇതെവിടെയാണ് വരിക? ഇത് സ്വാഭാവികമായിട്ട് നമുക്ക് വരുന്നത് ഫയർ റിപ്പോർട്ടിൽ ഏറ്റവും താഴെ ഉണ്ടോ ഈ ഇവിടെ റാങ്ക് നമ്പർ. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിപ്പോൾ ലോക്ക്ഡാണ്, ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ലോക്ക് ചെയ്തത് വരില്ല. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫയൽ മുഴുവൻ ഇവിടെ വരും. അപ്പോൾ ആരാണോ അയാളുടെ പേരും നമ്പറും തെറ്റാതെ നമുക്ക് ഈ ഫയർ റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോഴുള്ള ഒരു കുഴപ്പം എന്താ വെച്ചാൽ ആദ്യം നമ്മൾ അറ്റൻഡൻസ് ഷീറ്റ് നോക്കണം, ആളുടെ നമ്പർ നോക്കണം, റാങ്ക് നോക്കണം, പേര് നോക്കണം. ഇതൊക്കെ ചിലപ്പോൾ നമ്പർ മാറാം, പേര് മാറാം. ഇത് അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ വരില്ല, കാരണം റാങ്കും പേരും നമ്പറും നമ്മൾ ഓൾറെഡി ഫിൽഡാണ്. അതേപോലെ താഴെ നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാനും പറ്റും, അതും ഇംഗ്ലീഷിൽ ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഡാറ്റയുടെ കാര്യത്തിൽ നമ്മൾ ഈ പച്ച കളറിലുള്ളതാണ് നമ്മുടെ ഡാറ്റ. അപ്പോൾ ആ പച്ച കളറിൽ എഴുതിയിട്ടുള്ള ഡാറ്റയുടെ അതേ മോഡലിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പ്രിൻ്റ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത്. അതേപോലെ ഇവിടെ ഇതിലൊന്നും വേറെ കളറിലുള്ളതിലൊന്നും നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, കാരണം ആ ഡാറ്റ ലോക്ക്ഡാണ്. ആ ഡാറ്റകൾ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എറർ വരും. ഇവിടെ നോൺ എഡിറ്റബിൾ റീജിയൻ, ഇത് ഒരിക്കലും എഡിറ്റ് ചെയ്യാൻ പാടില്ല. ഇത് കാരണം എന്താ വെച്ചാൽ ഇത് മാറാൻ പാടില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു.
പ്രത്യേകിച്ചും SFRമാർക്കാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഫയർ റിപ്പോർട്ടുകളൊക്കെ ഉണ്ടാക്കാൻ എളുപ്പം. കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ 3 കോപ്പിയൊക്കെ എഴുതി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഈ കാലഘട്ടത്തിൽ നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് യുഗത്തിൽ എഴുതി ഉണ്ടാക്കൽ വളരെ ഒരു സംഭവമാണ്, കുറേ ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ നമുക്ക് ഇതൊരു ബ്ലാങ്ക് ഫോമാണ് ആണെങ്കിൽ ബ്ലാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ബ്ലാങ്കായിട്ട് നമുക്ക് കിട്ടും. ഇത്രയും കാര്യങ്ങൾ ഇതിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് നമുക്ക് വേണ്ടത് ഈ കോൾ റിപ്പോർട്ട്സാണ്. ഈ കോൾ റിപ്പോർട്ട്സിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഈ ചെയ്തിട്ടുള്ള കോൾസിൻ്റെ ഡീറ്റെയിൽസ് നമ്മളിവിടെ കൊടുക്കും. ഫോർ എക്സാമ്പിൾ ഡേറ്റ്, ഇങ്ങനെ ഡേറ്റ് ഇതിപ്പോൾ ഞാൻ ഫില്ല് ചെയ്തില്ല, ജസ്റ്റ് ഈ ഇതിൻ്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ട് മാത്രം ഒരു സാമ്പിൾ ഫില്ല് ചെയ്താണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഡേറ്റ് ഏതാണോ ടൈപ്പ്, IC ആണെങ്കിൽ IC, FC ആണെങ്കിൽ FC ഇതിടുക. കോൾ നമ്പർ എത്ര ഇൻസിഡൻറ്റ് കോളാണെങ്കിൽ 1 എഴുതുക, അല്ലെങ്കിൽ ഫയർ കോളിലാണെങ്കിൽ ആ കോളത്തിൽ 1 എഴുതുക. 2 ആണെങ്കിൽ 2 കോൾസ് ഉണ്ടെങ്കിൽ എന്നാലും ഓരോ കോൾസ് നമ്മൾ ഒരേ ദിവസം തന്നെയാണെങ്കിലും നമ്മൾ നമ്പർ മാറി മാറിയിട്ടല്ലേ വരും. അപ്പോൾ എനിവേ നമുക്ക് ഈ കോൾസ് ഇവിടെ ഇൻസിഡൻറ്റ് കോള്, ഫയർ കോള്, അതേപോലെ അസിസ്റ്റൻറ്റ് കോള്, വാട്ടർ റെസ്ക്യൂ, അതിൽ ഹ്യൂമൻസിനെ രക്ഷിച്ചിട്ടുണ്ട്, എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. അപ്പോൾ ഈ ഇതിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ആ ഇത് ചെയ്യുമ്പോൾ ഡേറ്റ് ഏത് ടൈപ്പാണ്, ഫയർ കോളാണോ, ഇൻസിഡൻറ്റ് കോളാണോ, അസിസ്റ്റൻറ്റ് കോളാണോ ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ കോഡ് ഇടുക. അതായത് IC ഇവിടെ ഉണ്ടല്ലോ, FC, IC ഉണ്ടോ, FC ഫയർ കോൾ, IC ഇൻസിഡൻറ്റ് കോൾ, വാട്ടർ റെസ്ക്യൂ കോൾ, IC എന്ന് പറഞ്ഞാൽ അസിസ്റ്റൻറ്റ് കോൾ, ടോട്ടൽ കോൾസ്, ഹ്യൂമൻ റെസ്ക്യൂഡ്, ആനിമൽ റെസ്ക്യൂഡ്, എസ്റ്റിമേറ്റഡ് കോസ്റ്റ്, പിന്നെ കോസ്റ്റ് സേവ്ഡ്, എത്ര ടോട്ടൽ കോസ്റ്റ്, ഇതൊക്കെ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണെന്ന് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഇവിടെ എഴുതുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിപ്പോൾ എത്രാമത്തെ കോളാണെന്ന് വെച്ചാൽ ആ കോൾസ് ചെയ്തിട്ട് ഇവിടെ വരും. അപ്പോൾ നമുക്ക് ഈ ടോട്ടൽ, അതായത് ഇപ്പോൾ ഇവിടെ ഒരു IC ഇവിടെ കൂടി വിചാരിക്കുക, ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ കൂടണം. അപ്പോൾ നമ്മളൊരു IC ഇവിടെ ആഡ് ചെയ്ത്, ഫോർ എക്സാമ്പിൾ ഒരു IC ആഡ് ചെയ്തിരിക്കും. ആ എടുത്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 13 കണ്ടില്ലേ. ഇവിടെ വീണ്ടും ഒരു IC കൂടി ചേർത്ത് കഴിഞ്ഞാൽ അത് 14 ഓട്ടോമാറ്റിക്കായിട്ട്. H ആണെങ്കിൽ 14. അപ്പോൾ ഈ കോളത്തിൽ 1 ആഡ് ആയാൽ അവിടെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ കൗണ്ട് ചെയ്യുമ്പോൾ അതേസമയം നമുക്കറിയാം എത്ര കോൾസ് ആയിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഫയർ കോൾ നോക്കാം. ഇവിടെ ഫയർ കോൾ 1 അല്ലേ, ഇവിടെ ഒരു ഫയർ കോൾ നമ്മൾ ആഡ് ചെയ്തു. ഒരു ഫയർ കോൾ നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 അതേസമയം ഈ ഫയർ കോൾ 2 ഇവിടെ കാണിക്കുമ്പോൾ ഇവിടെയും 2 കാണിക്കും. ഇനി ഇവിടെ ഒന്നും കൂടി ഇട്ടു, ഒന്നുകൂടി ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ 3 ഇവിടെ 3. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഈ ഡാഷ്ബോർഡിൽ വന്നുകൊണ്ടേയിരിക്കും. നമ്മളിവിടെ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് എത്ര ഫയർ കോൾ, എത്ര ഇൻസിഡൻറ്റ് കോൾ, എത്ര വാട്ടർ റെസ്ക്യൂ എല്ലാം ഇവിടെ വന്നുകൊണ്ടിരിക്കും. ഇനി ഇതിപ്പോൾ 89 മുതൽ 90 ഇവിടെ എത്തിച്ചിരിക്കുക. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് അടുത്ത അപ്പം എന്ത് ചെയ്യാം, ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു കോളം ആഡ് ചെയ്യാം. ഇതിൻ്റെ ഇങ്ങനെ താഴത്ത് കോളം ആഡ് ചെയ്യരുത്, കാരണം ഇവിടെ വരെ നമ്മൾ ഒരു ഫോർമുല കൊടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്താലും അത് മാത്രമേ ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യൂ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ബാക്കി ഉണ്ടെങ്കിൽ ഇവിടെ ഇൻസർട്ട് കൊടുക്കുക. ഇതിലിപ്പോൾ നമ്മൾ 1 എഴുതി കഴിഞ്ഞാൽ അത് വരികയും ചെയ്യും. 1 വന്നു കഴിഞ്ഞാൽ ഇവിടെ 4 അതേസമയം ഇവിടെ 4. ഓക്കെ, ഈ സംഭവം ക്ലിയർ ആയെന്ന് വെച്ചാൽ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ ഡാഷ്ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ എത്ര ഫയർ കോൾ, എത്ര ഇൻസിഡൻറ്റ് കോൾ, എത്ര വാട്ടർ റെസ്ക്യൂ, അസിസ്റ്റൻറ്റ് കോൾ, ടോട്ടൽ കോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇത് മുഴുവൻ ആഡ് ചെയ്യുക. അപ്പോൾ 4, 15, 17, 6, 23 ടോട്ടൽ കോൾസ് ഇവിടെ. അതേപോലെ നമ്മളിവിടെ ഹ്യൂമൻസ് റെസ്ക്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു ഹ്യൂമണിനെ റെസ്ക്യൂ ചെയ്തു, ഇവിടെ 2 അതേപോലെ ഇവിടെ 2
നമ്മൾ കൊടുക്കുന്ന സാധനങ്ങളെല്ലാം ബോൾഡാക്കണം. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ബോൾഡായി കഴിഞ്ഞാൽ നമ്മളെന്താണ് എഴുതിയത്, ഫോർ എക്സാമ്പിൾ ഒരു ഫയർ റിപ്പോർട്ട് കണ്ട് നോക്കുമ്പോൾ നമ്മൾ എഴുതിയിട്ടുള്ളത് എന്താണോ അത് വേറെ തന്നെ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, നമ്മൾ കൊടുത്തതൊക്കെ ബോൾഡായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു നോട്ടത്തിൽ നമ്മൾ എഴുതിയത് മുഴുവൻ നമുക്ക് വായിക്കാൻ പറ്റും. പിന്നെ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാം. ബാക്കിയുള്ളതൊക്കെ ആ ഫോർമാറ്റിൽ ബോൾഡല്ല, നമ്മൾ എഴുതിയതൊക്കെ ബോൾഡായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക.